യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹാനായ ലോഗോസ് ബൈബിൾ ക്വിസ് 2026 ഗലാത്തിയ അധ്യായം 2 മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യം 1. പിന്നീട് 14 വർഷത്തിന് ശേഷം പൗലോസ്ലീഹായുടെ കൂടെ ജെറുസലേമിലേക്ക് പോയവർ ആരാണ്? ഓപ്ഷൻസ്: എ. ബാർണബാസ് തീത്തോസ്, ബി. ബാർണബാസ് തീമോത്തിയോസ്, സി. മാർക്കോസ് തീത്തോസ്. ഉത്തരം ഓപ്ഷൻ എ, ബാർണബാസ് തീത്തോസ്. ജെറുസലേമിലെ പ്രധാനികളുടെ മുമ്പിൽ പൗലോസ്ലീഹ സ്വകാര്യമായി അവതരിപ്പിച്ചതെന്താണ്? ഓപ്ഷൻസ്: എ. താൻ പ്രസംഗിക്കുന്ന സുവിശേഷം, ബി. താൻ സ്വീകരിച്ച സുവിശേഷം, സി. താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. ഉത്തരം ഓപ്ഷൻ സി, താൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം. ചോദ്യം 3. പൗലോസ്ലീഹായോട് കൂടെയുണ്ടായിരുന്ന ഗ്രീക്കുകാരനാരായിരുന്നു? ഓപ്ഷൻസ്: എ. ബാർണബാസ്, ബി. തീത്തോസ്, സി. തീമോത്തിയോസ്. ഉത്തരം ഓപ്ഷൻ ബി, തീത്തോസ്. അടുത്ത ചോദ്യം: സുവിശേഷത്തിന്റെ സത്യം ഗലാത്യക്കാർക്കായി നിലനിർത്തേണ്ടതിന് പൗലോസ്ലീഹ എന്താണ് ചെയ്തത്? ഓപ്ഷൻസ്: എ. രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർക്ക് നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല, ബി. തീത്തോസിനെ പരിച്ഛേദനം ചെയ്യിച്ചു, സി. വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു. ഉത്തരം ഓപ്ഷൻ എ, രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർക്ക് നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നവർ ആരാണ്? ഓപ്ഷൻസ്: എ. വ്യാജ സുവിശേഷകർ, ബി. രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർ, സി. ജെറുസലേമിലെ പ്രധാനികൾ. ഉത്തരം ഓപ്ഷൻ ബി, രഹസ്യത്തിൽ കടന്നുകൂടിയ വ്യാജ സഹോദരന്മാർ. അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നേയില്ല എന്ന് പറഞ്ഞതിന് ശേഷം സ്ലീഹ അടുത്തതായി എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ, ബി. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല, സി. പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ഗലാത്യ 2:6. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ചോദ്യം 7. പത്രോസിലൂടെ നിറവേറ്റുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം, ബി. പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം, സി. ജെറുസലേമിലെ പ്രേക്ഷിതത്വം. ഉത്തരം ഓപ്ഷൻ ബി, പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിതത്വം. ചോദ്യം 8. നേതൃസ്തംഭങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നവർ ആരാണ്? ഓപ്ഷൻസ്: എ. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, ബി. പത്രോസും യോഹന്നാനും, സി. യാക്കോബ്, കേപ്പ, യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ സി, യാക്കോബ്, കേപ്പ, യോഹന്നാൻ. അടുത്ത ചോദ്യം: പൗലോസ്ലീഹായുടെ തീവ്രമായ താല്പര്യം എന്താണ്? ഓപ്ഷൻസ്: എ. സുവിശേഷം പ്രസംഗിക്കുക, ബി. പാവങ്ങളെപ്പറ്റി ചിന്ത, സി. വിജാതിയരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുക. ഉത്തരം ഓപ്ഷൻ ബി, പാവങ്ങളെപ്പറ്റി ചിന്ത. പൗലോസ്ലീഹ എവിടെ വെച്ചാണ് കേപ്പായെ എതിർത്തത്? ഓപ്ഷൻസ്: എ. അന്ത്യോക്യായിൽ വെച്ച്, ബി. ജെറുസലേമിൽ വെച്ച്, സി. റോമായിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ എ, അന്ത്യോക്യായിൽ വെച്ച്. ചോദ്യം 11. കേപ്പായിൽ പൗലോസ്ലീഹ കണ്ട കുറ്റം എന്താണ്? ഓപ്ഷൻസ്: എ. വിജാതീയരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിൽ വിമുഖത കാണിച്ചു, ബി. കാപട്യം കാണിച്ചു, സി. പരിച്ഛേദിതരെ ഭയന്ന് വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നതിൽ നിന്നും പിന്മാറിക്കളഞ്ഞു. ഉത്തരം ഓപ്ഷൻ സി ആണ്, പരിച്ഛേദിതരെ ഭയന്ന് വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നതിൽ നിന്നും പിന്മാറിക്കളഞ്ഞു. ചോദ്യം 12. കേപ്പായുടെയും ബാക്കി യഹൂദന്മാരുടെയും കാപട്യത്താൽ വഴിതെറ്റിക്കപ്പെട്ടതാരാണ്? ഓപ്ഷൻസ്: എ. ബാർണബാസ്, ബി. തീത്തോസ്, സി. തീമോത്തിയോസ്. ഉത്തരം ഓപ്ഷൻ എ, ബാർണബാസ്. ചോദ്യം 13. ഗലാത്യ 2:15 പ്രകാരം നാം എങ്ങനെ ജനിച്ചവരല്ല? ഓപ്ഷൻസ്: എ. പാപികളായി, ബി. വിജാതീയരിലെ പാപികളായി, സി. വിജാതീയരായി. ഉത്തരം ഓപ്ഷൻ ബി, വിജാതീയരിലെ പാപികളായി. ചോദ്യം 14. എന്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ, ബി. വിശ്വാസത്തിലൂടെ, സി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ചോദ്യം 15. പൗലോസ്ലീഹ എന്തിനാണ് നിയമത്തിലൂടെ നിയമത്തിന് മൃതനായത്? ഓപ്ഷൻസ്: എ. ദൈവത്തിനായി ജീവിക്കേണ്ടതിന്, ബി. ക്രിസ്തുവിനായി ജീവിക്കേണ്ടതിന്, സി. ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെടുന്നതിന്. ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ഗലാത്യ 2:20 പൗലോസ്ലീഹ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻസ്:
എ. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ. ബി. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവായ യേശു. സി. നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവായ യേശു. ഉത്തരം ഓപ്ഷൻ എ. എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ. ചോദ്യം 17. താൻ എന്ത് നിരാകരിക്കുന്നില്ല എന്നാണ് ഗലാത്യ 2:21 ശ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ് എ. നമ്മുടെ കർത്താവിൻ്റെ കൃപ, ബി. ദൈവത്തിൻ്റെ കൃപ, സി. ക്രിസ്തുവിൽ നിന്നുള്ള വെളിപാട്. ഉത്തരം ഓപ്ഷൻ ബി. ദൈവത്തിൻ്റെ കൃപ. ചോദ്യം 18. എങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല? ഓപ്ഷൻസ് എ. നിയമാനുഷ്ഠാനം വഴി നീതീകരിക്കപ്പെടുമെങ്കിൽ, ബി. നിയമത്തിലൂടെ രക്ഷ പ്രാപിക്കുമെങ്കിൽ, സി. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ഉത്തരം ഓപ്ഷൻ സി. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ. ചോദ്യം 19. താഴെ പറയുന്നവരിൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ് എ. ബാർണബാസ്, ബി. തീത്തോസ്, സി. തീമോത്തിയോസ്. ഉത്തരം ഓപ്ഷൻ സി. തീമോത്തിയോസ്. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നന്ദി.